ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വലിയ പീസായിട്ടാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നല്ലപോലെ ഇങ്ങനെ അതിനകത്തോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഉള്ളിലോട്ട് കയറും. അത് വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലകൾ നമ്മൾ ചിക്കൻ മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നത്, അതിൻ്റെ സ്റ്റോക്ക് അതിട്ട് കൊടുക്കുവാണ്. അത് ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകം ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടി പോകാതെയൊക്കെ ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത ശേഷം അതിനകത്തോട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ വേണമെങ്കിൽ അതിട്ട് കൊടുക്കാമേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണ് ജീരകം എടുത്തിട്ട് നല്ലപോലെ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒത്തിരി വലുതായിട്ട് അരിയൽ, പൊടിയായിട്ട് തന്നെ വേണം അരിഞ്ഞു കൊടുക്കാൻ. പിന്നെ കുറച്ചൊരു 3-4 ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒരു 2-3 ടേബിൾ സ്പൂൺ പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും മന്തിക്ക് വരുന്നത് കേട്ടോ. ഇതൊന്നും ഒരുപാട് കൂടി പോവുകയും ചെയ്യല്ലേ കേട്ടോ. ക്യാപ്സിക്കം അത് അരിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ പൊടിയായിട്ട് തന്നെ അത് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടി ഒരു ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആ മാഗി ക്യൂബ്സിൽ തന്നെ ആ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മിക്സ് ചെയ്ത ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 3/4 കപ്പ് എണ്ണയാണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ മാത്രമേ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസിനകത്തൊക്കെ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് നെയ്യൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കുമല്ലോ, ഇതിനകത്ത് അതൊന്നും ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു 1.5 മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാൻ. നമ്മൾ നമ്മുടെ ബസ്മതി റൈസ് ഒന്നും ഇതിന് അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരത്തുമില്ല കേട്ടോ. ഇനി അത് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്, അതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് തീ കൂട്ടിയിട്ടിട്ട്, അപ്പോൾ ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചൂടാകുമ്പോൾ അതൊന്ന് ഉരുകി വന്നിട്ട് നല്ലപോലെ തീ കൂട്ടിയിട്ട്, അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എണ്ണയൊന്നും അല്ല കേട്ടോ ഇത് കാണുന്നത്, ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇടയ്ക്കിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ട് ഇരിക്കും, വെളിയിൽ നമുക്ക് ഫ്രൈ ആയിട്ട് നല്ല ഒത്തിരി ക്രിസ്പി ആവത്തില്ല, എങ്കിലും ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് അപ്പോൾ അതിൽ കിടന്ന് വെന്ത് വരട്ടെ. അതേ കൂട്ട് തന്നെ ആ ക്യാപ്സിക്കമൊക്കെ ഇതിൽ ഉടഞ്ഞ് ചേർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതൊരു സ്റ്റൗവിൽ റെഡിയാകുന്ന സമയം കൊണ്ട് നമ്മളിപ്പോൾ റൈസ് കുതിർക്കാൻ വെച്ചിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ജീരകവും പട്ടയും ഏലക്ക ഗ്രാമ്പു പിന്നെ നമ്മൾ നാരങ്ങ ഉണങ്ങിയത് വാങ്ങാൻ കിട്ടുമല്ലോ, അതും ഇതിലേക്കിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യുവേ. ഇത് ഒരുപാട് വെന്ത് പോലെ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഈ ചോറ് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് നിങ്ങളുടെ ഒരു പരുവത്തിന് നോക്കി ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അരിപ്പയിലിട്ട് നമുക്കിനി കോരിയിട്ട് വെക്കാമേ. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്തായിരിക്കണം വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. ഈ ചൂടോടെ വേണം റൈസ് നമുക്ക് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ റൈസ് വേവിച്ച് വെക്കുകയും ചെയ്യല് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒരു അരിപ്പയിലേക്ക് ഇത് കോരിയിടുവാണ്. അപ്പോൾ വെള്ളം ഒന്ന് ഊറ്റിയെടുത്ത് വെക്കാമേ. എന്നിട്ട് നമുക്ക് ചിക്കനും ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് വെക്കുക, അതിലേക്ക് നമുക്ക് റൈസ് കോരിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ഏലക്കയൊക്കെ വേണമെങ്കിൽ മാറ്റിയെടുക്കാമേ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ആ ചിക്കനൊന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ റൈസ് ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്തൊക്കെ കൊടുക്കാമെന്ന് കേട്ടോ. കാരണം മാഗി ക്യൂബ്സ് പിന്നെ ഇട്ട് കൊടുക്കല്, പിന്നെ വേണമെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാവും. പക്ഷേ ഉപ്പിൻ്റെ ആവശ്യത്തിനകത്ത് വരുത്തതേ ഇല്ല കേട്ടോ. കറക്റ്റ് ആയിരിക്കും ആ ക്യൂബ്സ് ഇട്ട് കൊടുത്ത് കഴിയുമ്പം തന്നെ. പിന്നെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ആ റൈസ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. അപ്പം കളറും ഇപ്പോൾ യെല്ലോ കളറ് ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ കുറച്ച് പച്ചമുളകാണ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ പച്ചമുളക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്തോട്ട് തന്നെ അതോടെ ചേർത്ത് കഴിക്കുകയും ചെയ്യാമേ.
ഇത് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മളിനി ചാർക്കോൾ ഞാനിപ്പോൾ കത്തിച്ച് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇതിനകത്തോട്ട് വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും റൈസ് കഴിക്കാൻ. അതാണ് ഇതിനകത്ത് വരുന്നൊരു മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വരുന്നത് തന്നെ. ഒരു കൊച്ചു ബൗളിലോട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ പുക വരുമല്ലോ പെട്ടെന്ന്, അന്നേരം തന്നെ അതങ്ങ് അടച്ച് ഫോയിൽ പേപ്പറും കൊണ്ട് അത് കവർ ചെയ്ത് കൊടുക്കാം. അന്നേരമായിരിക്കും ആ റൈസിന് നല്ലൊരു ടേസ്റ്റും ആ ഒരു നല്ലൊരു ഫ്ലേവറും ഒക്കെ വരികയൊക്കെ ചെയ്യുവേ. എന്നിട്ട് നമുക്ക് ഇത് ഞാനൊരു പഴയ ഒരു നമ്മുടെ ഏതെങ്കിലും തവയോ എല്ലാം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ദോശയുടെ ഒരു പാൻ തന്നെ വെച്ചിട്ട് അതിലേക്കാണ് ഈ ചീഞ്ചട്ടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ പഴയ തവയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് ഇത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമ്മുടെ ഇത് നമ്മൾ ദം മാതിരി ഇട്ട് കൊടുക്കുവാണ്. ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. എന്നിട്ട് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം മുളകൊക്കെ കണ്ട് നല്ലപോലെ വാടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ ഈ മേടിയുള്ള റൈസ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് താഴെയുള്ള ചിക്കനും കൂടെ എടുത്താൽ മതി. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഒരുപാട് സമയം തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ആ ഒരേ സമയത്ത് നമ്മൾ ചിക്കനും റൈസും ഒക്കെ റെഡിയാക്കാൻ നോക്കിയാൽ മാത്രം മതി കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ബൈ.